മൂകാംബികയിലേക്കുള്ള KSRTC സ്വിഫ്റ്റ് ബസ് തകരാറിലായതോടെ യാത്രക്കാർ പെരുവഴിയിലായി. കൊട്ടാരക്കരയിൽ നിന്ന് പുറപ്പെട്ട ബസ് 3 തവണ തകരാറിലായത് യാത്രക്കാർ 24നോട് പറഞ്ഞു. ബസ് ഇപ്പോൾ കാസർഗോഡ് KSRTC വർക്ക്ഷോപ്പിലാണുള്ളത്. കാസർഗോഡ് നിന്ന് അരുൺ പാറക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. KSRTCയുടെ സ്വിഫ്റ്റ് വണ്ടിയാണ് കൊട്ടാരക്കര ഡിപ്പോയുടെ KL15A2362 KSRTC ബസ്സാണ്. ഇത് കൊട്ടാരക്കരയിൽ നിന്ന് ഇന്നലെ വൈകിട്ട് 5:45 മൂകാംബിക കൊല്ലൂരിലേക്ക് എടുത്ത വണ്ടിയാണ്. നിരവധി യാത്രക്കാരുണ്ടായിരുന്നു. തീർത്ഥാടന യാത്രക്കാരൊക്കെ നേരത്തെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഇരിക്കുന്ന ആളുകളാണ്. അവർ ഇന്നലെ വൈകിട്ട് കയറിയതാണ്. 17 മണിക്കൂറിലധികം ദൂരം യാത്ര ചെയ്താണ് ഈ ബസ്സിൽ അവർ കൊല്ലൂരിലേക്ക് എത്തേണ്ടത്. ഇന്ന് രാവിലെ 9:50 ഈ ബസ് കൊല്ലൂരിലെത്തണം. പക്ഷേ ഇപ്പോൾ സമയം 11 മണിയോട് അടുക്കുന്നുണ്ട്. ഇപ്പോഴും ഈ ബസ് നിൽക്കുന്നത് കാസർഗോഡ് KSRTC സ്റ്റാൻഡിലെ വർക്ക്ഷോപ്പിലാണ്. ഈ ബസ് നിരവധി തവണ തകരാറിലായി എന്ന് യാത്രക്കാർ പറയുന്നുണ്ട്. പലപ്പോഴും ബ്രേക്ക് തകരാറിലാകുന്ന സാഹചര്യമുണ്ടായി, ഒപ്പം വൈപ്പർ തകരാറിലാകുന്ന സാഹചര്യമുണ്ടായി. എന്താണ് സംഭവിച്ചത്? ഈവനിങ് 5:45 ഇന്നലെ പുറപ്പെട്ട വണ്ടിയാണ് കൊട്ടാരക്കരയിൽ നിന്ന്. അവിടെ നിന്ന് പുറപ്പെട്ടത് കറക്റ്റ് സമയത്തായിരുന്നു. അങ്കമാലി എത്തിയപ്പോൾ തന്നെ ഇഷ്യൂസ് അവർ റിപ്പോർട്ട് ചെയ്ത് അവിടെ വെച്ചൊരു തവണ വർക്ക്ഷോപ്പിൽ കയറ്റിയതാണ്. ബ്രേക്കിൻ്റെ തകരാറ് പറഞ്ഞ് വർക്ക്ഷോപ്പിൽ കയറ്റിയതാണ്. അതിനുശേഷം വീണ്ടും കണ്ണൂർ അടുപ്പിച്ച് വൈപ്പറിന് തകരാറ് ഉണ്ടെന്ന് പറഞ്ഞു. വീണ്ടും വരുന്ന വഴിക്ക് വീണ്ടും തകരാറിലായി. ഇതിപ്പോൾ 3ാമത്തെ തവണയാണ് ഇവിടെ കാസർഗോഡ് എത്തിയപ്പോഴത്തേക്കും വീണ്ടും ഈ കംപ്ലയിൻറ്റ് വന്ന് ഇവിടെ ഇപ്പോൾ കയറ്റിയിരിക്കുന്നത്. സ്ഥിരമായിട്ടമ്മ കൊല്ലൂർ പോകുന്ന നല്ലപ്പം ഇറങ്ങിയതാ, അതിങ്ങനെ ആയി. നല്ലപ്പം കൊല്ലൂർ ഇറങ്ങാൻ വന്നേ. കൊട്ടാരക്കര 5:40 ഞങ്ങൾ വണ്ടി കയറിയതാണ്. ഈ വന്ന വഴിക്ക് എല്ലാം ബ്ലോക്കായിരുന്നു. എന്നിട്ട് അവിടെ നിന്നെല്ലാം നല്ല എക്സ്പീരിയൻസ് ആയ ഡ്രൈവറെ വണ്ടി വിട്ടത്. അങ്കമാലി വന്നപ്പം ബ്രേക്കില്ലായിരുന്നു. അങ്ങനെ അന്നേരം കൊണ്ട് ബ്രേക്ക് ശരിയാക്കി. അത് കഴിഞ്ഞിട്ട് വന്നപ്പോഴാണ് കണ്ണൂർ വന്നപ്പോൾ അതിന് മഴയായിരുന്നു, വൈപ്പർ പ്രവർത്തിക്കുന്നില്ല. ഇങ്ങനെ കംപ്ലൈൻറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അവർ മുകളിലോട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തിരിച്ച് റിപ്ലൈ ഒന്നും ഇല്ലെന്നാണ് പറയുന്നത്. ജീവനക്കാരൊക്കെ നല്ല സഹകരണമായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇതിന് മുന്നേ എനിക്കൊരു എക്സ്പീരിയൻസ് ആയതാണ്. ഈ 2 ദിവസം മുന്നേ ഇതേപോലെ വന്നപ്പോൾ തൃശ്ശൂർ വെച്ചിട്ട് ഒരു വണ്ടി എന്തോ തകരാറ് വന്നു, വീണ്ടും വണ്ടി മാറ്റി. 2 ദിവസം മുന്നേ, ഇതിന് മുന്നേ ഒരാഴ്ച മുന്നേ വന്നപ്പോഴും സെയിം ഇഷ്യൂ ആയിരുന്നു. കോഴിക്കോട് വെച്ചിട്ട് ഗിയർ വീഴുന്നില്ല പറഞ്ഞിട്ട് രാത്രി 1 മണിക്ക് നിന്ന് 3 മണിക്കാണ് പിന്നെ റിട്ടേൺ വേറൊരു ബസ്സിൽ കയറ്റിയിട്ട് ഇവിടെ അയച്ചത്. ഇതിപ്പോൾ ഇന്ന് ഞാൻ മൂകാംബിക ഉച്ച ദർശനത്തിന് വേണ്ടി പോകാനുണ്ടായതാണ്. ഇനി ഉച്ചദർശനം എന്തായാലും കിട്ടത്തില്ല, റിട്ടേൺ എങ്ങനെ വരാമെന്നറിയില്ല. എന്തായാലും ഇത് നിരന്തരമായി ഉയർന്നു വരുന്ന പരാതിയാണ്. കൊട്ടാരക്കര ഡിപ്പോയുടെ ഈ KSFC ബസ്സിനെ കുറിച്ച് ഇതാദ്യമല്ല ഇങ്ങനെയുള്ള പരാതി ഉയരുന്നത്. യാത്രക്കാർ എല്ലാവരും പറയുന്നത് ഒരേ രീതിയിലുള്ള പരാതിയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ഇന്ന് വൈകിട്ട് 10 മണിയോടുകൂടി ഇതേ ബസ്സിൽ തന്നെയാണ് ഈ യാത്രക്കാർ തിരിച്ച് കൊട്ടാരക്കരയിലേക്കും അതുപോലെ തന്നെ മറ്റ് പല ജില്ലകളിലേക്കും പോകേണ്ടത്.